ഹലോ, ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ പാർട്ടിക്ക് പോകാൻ നമുക്ക് ഒരുമിച്ചൊന്ന് റെഡി ആയാലോ? നമുക്ക് ഈ സെൽഫ് ഗ്രൂമിംഗ് എന്ന് പറയുന്നത് പലർക്കും പേടിയും ടെൻഷനും ഉള്ളൊരു കാര്യം. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് എങ്ങനെ ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. മേക്കപ്പ് ഓക്സിഡൈസ് ആയി പോവോ, വൈറ്റ് കാസ്റ്റ് വരുമോ, പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനുള്ള പ്രൊഡക്ട്സ് ഏതാണ്, അതൊക്കെ കിട്ടാനായിരിക്കും പലർക്കും ബുദ്ധിമുട്ടായിരിക്കും, മാച്ചിങ് ഉള്ള പ്രൊഡക്ട്സ്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. മാക്സിമം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഞാനിന്ന് മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അധികം വഴിക്കാതെ വീഡിയോയ്ക്ക് പോകാം. ആദ്യം ഫേസ് നല്ല രീതിക്ക് തന്നെ ക്ലെൻസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഫേസ് വാഷ് കൊണ്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. അതിനുശേഷം ഒരു വൈപ്സ് എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോഫ്റ്റ്നെസ് സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വൈപ്സ് ആണ് കേട്ടോ. ലെൻസ് വെക്കുന്നവരാണെങ്കിൽ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ലെൻസ് വെക്കുന്നൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ഫേസിൽ എന്ത് ചെയ്യുമ്പോഴും അത് ഫേസിലേക്ക് ഒന്ന് അബ്സോർബ് ആക്കാനുള്ള ടൈം നമ്മൾ കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും കാണിക്കുന്ന ഒരു സിറമാണ്. ഇതിൻ്റെ ഡീറ്റെയിലും വീഡിയോ എൻ്റെ ഷോർട്സിലുണ്ട്, കാണാത്തവരൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഫേസിലേക്ക് അബ്സർവ് ആവാൻ വേണ്ടിയിട്ട് ഇതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. മോയ്സ്ചറൈസർ നിങ്ങളുടെ ഇപ്പോൾ ഏതാണോ കറന്റ് യൂസ് ചെയ്യുന്നത് അതന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതെല്ലാം ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. പിന്നെ ഈ ഒരു പ്യൂർ ഒറിജിൻ വൈറ്റമിൻ സി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ SPF കൂടി അടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും സെൽഫായിട്ട് ചെയ്യുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്യാറ്. നമുക്ക് ബ്രഷിനേക്കാളും കുറച്ചും കൂടി ഫേസിലേക്ക് അബ്സർബ് ആവുന്നതും ബ്ലെൻഡ് ആവുന്നതും കൈ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. മേക്കപ്പിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്കിൻ കെയറിനാണ് കേട്ടോ. സ്കിൻ കെയർ നമ്മളുടെ അത്രയും ബെറ്റർ ആയാലുള്ളൂ മേക്കപ്പ് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കും, ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുള്ളൂ. ഇതങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതിൽ SPF കൂടി ഉള്ളത് കാരണത്താലും ഞാൻ ഇതാണ് യൂസ് ചെയ്യല്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നെക്കിലും കൂടി ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് ഏജായ ഫീല് മനസ്സിലാവുക നെക്കിലായിരിക്കും. ചുളിവുകളും വരകളും ഒക്കെ വരുന്നത് നെക്കിലായിരിക്കും. അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനുള്ള ഒരു ഫൗണ്ടേഷനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. ഇത് PSന്റെ സ്റ്റുഡിയോ HD ഫൗണ്ടേഷനാണ് കേട്ടോ. ഇതിന് ഷെയ്ഡ് നിങ്ങൾ എന്തായാലും ഷോപ്പിൽ പോയിട്ട് ഡയറക്റ്റ് നോക്കിയിട്ട് മാത്രം എടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൺസ് നമുക്ക് നമ്മുടെ ഷെയ്ഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ഫൗണ്ടേഷൻ ഒരിക്കലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറില്ല. ഞാൻ ഫൗണ്ടേഷൻ ആയാലും ലിപ്സ്റ്റിക്ക് പറഞ്ഞ പോലെ തന്നെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാറ്. മിക്സ് ചെയ്യാനൊരു പാലറ്റ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിൽ കാണിക്കുകയാണ് കേട്ടോ. ഞാൻ അതിലേക്ക് വേറൊരു ഷെയ്ഡും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. 1-2 പ്രാവശ്യം നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ഷെയ്ഡും മിക്സിങ്ങും എല്ലാം മനസ്സിലാവും കേട്ടോ. ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാൾസിൻ്റെ ബ്രഷാണ്. രണ്ട് ഡിഫറൻസും കണ്ടോ? നമുക്ക് ഏകദേശം നമ്മളെ നെക്കിലേക്കും കൂടി മാച്ച് ആവുന്ന രീതിക്ക് വേണം ഫൗണ്ടേഷൻ നോക്കാൻ കേട്ടോ. ഇനി 2 സൈഡിൽ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി സെറ്റ് ചെയ്യാം. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലൂസ് പൗഡറാണ് കേട്ടോ. കോമ്പാക്റ്റ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബ്രൈഡ്സിനായാലും പേഴ്സണലായിട്ടും കോമ്പാക്ട് പൗഡർ എനിക്ക് അത്ര വലിയൊരു താല്പര്യമില്ല. ലൂസ് പൗഡറാണ് കേട്ടോ ഞാൻ അധികം യൂസ് ചെയ്യാറുള്ളത്.
ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് PSന്റെ ഈ ഒരു ലൂസ് പൗഡറാണ് കേട്ടോ. ഇത് ബനാന പൗഡറാണ്. അത് തന്നെ നമുക്ക് സ്കിന്നിനനുസരിച്ചിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാൻ ഐ ഷാഡോസിന് ഇവിടെ യൂസ് ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഒരു നോർമൽ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഒരുപാട് ഷിമ്മറി ഷെയ്ഡുള്ള ഐ ഷാഡോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മിനിമൽ പാലറ്റ്. ഇത് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു പാലറ്റാണ്. ഡയറക്റ്റ് നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യാണ്ട് ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് കൈ കൊണ്ട് ചെയ്യാവുന്നത് തന്നെയുള്ളൂ. ബേസ് മാത്രമായിട്ട് കൊടുക്കുക. കണ്ണിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ മുകളിൽ കൊടുത്ത സെയിം ട്രാൻസ്പെറൻറ്റ് ഷെയ്ഡ് ഒന്ന് കൊടുക്കണം കേട്ടോ. ിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് വേണമെങ്കിൽ ചെറിയൊരു ഷിമ്മറി ഷെയ്ഡ് ഇടാം കേട്ടോ. ഞാനിപ്പോൾ ലൈറ്റായിട്ട് ഈ ഒരു ഷെയ്ഡ് മാത്രം യൂസ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. നമ്മൾ ഷിമ്മറി ഷെയ്ഡ് ഇടുമ്പോൾ ഒരിക്കലും ഈ ഒരു ഔട്ടർ കോർണറിലേക്ക് വരരുത്. ഒന്നെങ്കിൽ ഇന്നർ കോർണറിൽ അല്ലെങ്കിൽ ഈ ഐബോൾ ഈ സെൻറ്ററിലായിട്ടാണ് ഷിമ്മറി ഷെയ്ഡ്സ് ഇടേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഐബ്രോ ഫില്ല് ചെയ്യാൻ ഞാൻ ഈ ഒരു PSന്റെ ഈ ഒരു പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഗ്യാപ്പ് ഉള്ളിടത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓവർ ഡാർക്ക് ഷെയ്ഡ് അല്ലാണ്ട് ചെറിയൊരു ഷെയ്ഡ് എടുക്കാം, ടാപ്പ് ചെയ്യാം. ഓക്കെ, ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അങ്ങനെ ഐലൈനർ, കാജൽ അങ്ങനെ എഴുതാറില്ല. എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ എഴുതാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ എഴുതി കാണിക്കുന്നില്ല. കാരണം എൻ്റെ കണ്ണിൽ ഇവിടെ നല്ലൊരു കുരുണ്ട്, പോണേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പെയിന് കാരണത്താൽ ഞാൻ കണ്ണെഴുതിയാലും എനിക്ക് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ കണ്ണെഴുതുന്ന ഐലൈൻ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. പിന്നെ യൂസ് ചെയ്യുന്നത് മസ്കാരയാണ്. ഐലൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മസ്കാര യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോഴേ നമുക്ക് ഈ ഒരു ഐ ഷാഡോ ഇട്ടതിൻ്റെ ഒരു ഭംഗി എടുത്ത് കാണിക്കുള്ളൂ. ഇവിടെ യൂസ് ചെയ്യുന്നത് ഡബിൾ ട്രിബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മസ്കാരയാണ് കേട്ടോ. ഇതിൽ ലെങ്തനിങ്ങിനും ഉണ്ട്, വോളിയമൈസിങ്ങിനും ഉണ്ട് കേട്ടോ. രണ്ടെണ്ണത്തിന് വരുന്നുണ്ട്. ജസ്റ്റ് 1 കോട്ട് ഇടുന്നുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഹാൻഡ് ഫാൻ കയ്യിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഓവർ സെറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മേക്കപ്പ് നമുക്ക് അധിക ടൈം ലാസ്റ്റിംഗ് ഉണ്ടായിരിക്കില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ഫാന് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്യാൻ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ ഒന്നും കൂടി പൗഡർ സെറ്റിംഗ് ചെയ്യാണ്. നെക്സ്റ്റ് വന്നിട്ട് ബ്ലഷ് ഇപ്പോൾ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിനുള്ള 2 ബ്ലഷാണ് കാണിച്ചിട്ടുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ് കേട്ടോ വരുന്നത്. ഇത് ഷിയ ബട്ടറും കൂടി അടങ്ങിയിട്ടുള്ള കാരണം നല്ല സ്മൂത്ത് ഫിനിഷ് ആയിട്ട് നിൽക്കും. ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറച്ച് മാത്രം എടുക്കുക. ബ്ലഷ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ഒരുപാട് ചീക്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ ഒരു സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. ഐബോളിൻ്റെ ഈ ഒരു സൈഡിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ചീക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ഒരുപാട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അതല്ല ചീക്സ് കുറച്ച് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇവിടേക്ക് വല്ലാണ്ട് കൊണ്ടുവരില്ല, ഈ ഒരു സൈഡിൽ ഡോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമുക്ക് ഓവറായിട്ട് എടുത്ത് കാണിക്കുകയൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ഇപ്പുറത്തും ഇടാം. ചിന്നിലും മൂക്കിൻ്റെ ഇവിടെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യാം കേട്ടോ. ഓവർ നെറ്റൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ നെറ്റിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് വിടാം. കാരണം ഒരു കോണ്ടൂറിങ് എഫക്റ്റ് കിട്ടും കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ഡെയിലി ബേസിൽ അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷൻ മേക്കപ്പ് ചെയ്യുമ്പോഴൊന്നും കോണ്ടൂറിങ് അല്ലാതെ യൂസ് ചെയ്യാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ബ്ലഷ് ജസ്റ്റ് നെറ്റിയിൽ കൊടുക്കാം കേട്ടോ. ഹൈലൈറ്റിംഗ് ആയിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത് മിലാനിൻ്റെ ഈ ഒരു പാലറ്റാണ് കേട്ടോ. ഹൈലൈറ്റിംഗ് പാലറ്റ് ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഇതിൻ്റെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിനുള്ളത് ഞാൻ കൊടുക്കാം കേട്ടോ. കൊടുക്കും.
നമുക്ക് എവിടെയൊക്കെയാണ് ഹൈലൈറ്റിങ് കൊടുക്കുന്നത് നമ്മളൊന്ന് ഈ ചീക്ക് ബോണിലാണ്. പിന്നെ നമ്മൾ നോസ് ടിപ്പിലാണ് ഹൈലൈറ്റിങ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഒരു പോയിന്റ് ഇവിടെ നോസ് ബ്രിഡ്ജിൻ്റെ ഇവിടെയാണ്. അതൊരുപാട് നീണ്ട മൂക്കുള്ളവർക്കും ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് തന്ന മൂക്കുള്ളവർക്കാണെങ്കിൽ ഒരിക്കലും അവിടെ ഹൈലൈറ്റിങ് കൊടുക്കരുത് കേട്ടോ. അതൊന്നും കൂടി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. പിന്നെ നമ്മൾ ചിന്നിൽ ഈ ഒരു ഫോർഹെഡിലും കൊടുക്കണം. ഞാൻ ഓൾറെഡി ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഒരു ലിപ് ടിൻ്റാണ് കേട്ടോ. ഒരു ലിപ് ബാം ഇടുന്നുണ്ട്. ഈ ലിപ് ബാം അഫോർഡബിൾ ആണ്. ജസ്റ്റ് 10-20 റുപ്പീസ് വരുന്നുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ 2 ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഒന്ന് ZM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഷെയ്ഡും പിന്നെ NYBയുടെ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ച് ഡാർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമിനനുസരിച്ചിട്ടും നമ്മുടെ ഒരു മൊത്തം ഔട്ട്പുട്ടിനനുസരിച്ചിട്ടും നമുക്ക് ലിപ്സ്റ്റിക്ക് ന്യൂഡാക്കാം അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് ആക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചെയ്ത മേക്കപ്പ് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു സെറ്റിംഗ് സ്പ്രേ വേണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സെറ്റിംഗ് സ്പ്രേ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഞാൻ അഫോർഡബിൾ ആയത് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ സിമ്പിളായിട്ടൊരു മേക്കപ്പാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം കുറച്ചും കൂടി ഹെവി ആയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഐബ്രോയിൽ കൺസീലിംഗ് വരുന്നുണ്ട്, കളർ കറക്റ്റും വരുന്നുണ്ട്, ഫേസിൽ നമ്മൾ ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷൻ എല്ലാം കൺസീൽ ചെയ്ത് മാറ്റും. ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് വരുന്നുണ്ട് കോണ്ടൂറിന്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് എങ്ങനെയാണോ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് സെൽഫായിട്ട് റെഡിയാവുക, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. പ്രൊഡക്റ്റും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മാക്സിമം ആഡ് ചെയ്യാൻ നോക്കാം. ഇനി സെപ്പറേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണമെന്നോ അല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ.